ഒരു കാസ്റ്റ് ഇവരെല്ലാവരും പൂർണ്ണ പുതിയ ആളുകളാണ്. അതെന്തുകൊണ്ടാണ് ഇവരെ തെരഞ്ഞെടുത്തത്? സത്യത്തിൽ ഈ സിനിമ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും മുൻനിര നായകന്മാരെയൊക്കെ വെച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞാൻ അതിൽ ഒന്ന് രണ്ടുപേരെ സമീപിച്ചതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതുമുഖ സംവിധായകനാണ്. പിന്നെ ഇത് അവർക്ക് നമ്മളുടെ കോൺഫിഡൻസ് വേണമല്ലോ. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ ഒത്തിരി സമീപിച്ചെങ്കിലും പിന്നെ രണ്ടാമത് ഇത് വന്നപ്പോഴത്തേക്കും കാരണം ഒരു ആളുടെ സമയം എടുക്കുമ്പോൾ അടുത്ത ആൾക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ തന്നെ അത് ഡിസൈഡ് ചെയ്തു. ഈ സിനിമ നടക്കണമെങ്കിൽ ഇപ്പറഞ്ഞ നമ്മൾ ഇവരുടെ പുറകെ നടന്ന് ഒത്തിരി സമയം കളഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്ക് തോന്നി വന്നിട്ടാണ് പുതുമുഖ ആളുകളെ വെച്ച് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്തത്? വിവാദമാക്കാൻ വേണ്ടിയാണോ അതോ ഇത് പുരോഗമനം പറയാൻ വേണ്ടിയാണോ? ഇത് വിവാദമാക്കാനോ പുരോഗമനം പറയാൻ വേണ്ടിയല്ല. ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഇതൊരു പ്രണയകഥയാണ്. ഒരു നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തിൽ, എസ്പെഷ്യലി ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു കഥ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പൊളിറ്റിക്സ് ഇല്ലാണ്ടൊന്നും, കാരണം അറിയാലോ ഇന്നത്തെ കേരളത്തിലെ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിന് അടിമയാണെന്ന് തന്നെ പറയാം. ഏതെങ്കിലും അതേപോലെ നമ്മുടെ നായകനും ശരിക്കും സിനിമയിൽ, കാരണം ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വരുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്സ് പറയാണ്ട് കൊറോണ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു നായകനെ ഇടതുപക്ഷ അനുഭാവി എന്നുള്ള രീതിയിൽ വന്നത്. അങ്ങനെയാണ് അത് പൊളിറ്റിക്സ് വരാൻ കാര്യം. പിന്നെ ഒരു രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഞാൻ ഒരു ഫസദ് എന്ന് പറഞ്ഞ സംഭവം റിവീൽ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ രണ്ടും അതിൽ വെക്കേണ്ട വന്നു. അല്ലാണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെയല്ല. പക്ഷെ ആ കഥ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അത് ആ കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നത്. അതിപ്പോ സിനിമ കഴിഞ്ഞ് നമ്മ ഇത് കണ്ടപ്പോഴാണ് എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവം വന്നില്ലേ എന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു ഇതിലല്ല എടുത്തത്. കഥ ആവശ്യപ്പെടുന്നത് ഒരു സത്യത്തിലൊരു പ്രണയകഥയാണ്, എന്നാലൊരു മർഡർ മിസ്റ്ററി ഉണ്ട്. അത്രേ ഉള്ളൂ ശരിക്കും സിനിമയിൽ. പക്ഷെ അവരുടെ സമയങ്ങളും ഈ നായകന്റെ ആ ഒരു എന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു റീസൺ. അത് അങ്ങനെ വിവാദം ആവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറയണതെല്ലാം ട്രൂത്താണ്. ഫസഹ് എന്ന് പറഞ്ഞ സംഭവം സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. അത് സത്യമാണ്. ഈ വിവാദമാകൂ എന്നുള്ള എല്ലാവരുടെയും ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങളെന്തോ ഈ സിനിമയിൽ വിവാദമാകാനും മാത്രം മതത്തെയോ രാഷ്ട്രീയത്തെയോ ഒന്നും മോശമായി പറഞ്ഞിട്ടേ ഇല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും വേൾഡ് വൈഡ് ആണെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള എത്രയോ മൂവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വിവാദമാകും. അപ്പം നമ്മൾ ഇതിലൊരു സബ്ജക്റ്റ് പറയുന്നുണ്ട്. ആ സബ്ജക്റ്റ് ഒരു പ്രണയകഥയാണ്. ആ പ്രണയം നടന്നു ഒരു നാട്ടിൻ പുറത്താണ്. രണ്ടാം കെട്ടുകാരിയായ പൂർവ്വ കാമുകിനെ തന്നെ പ്രണയിക്കുന്ന കാമുകന്റെ കഥയാണ്. അപ്പൊ അതിൽ ഫസഹ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ട് ഒരിക്കലും ഇതൊരു വിവാദ വിഷയമായി മാറണമെന്നില്ല. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ എല്ലാവർക്കും അറിയാതെ പോയ ഒരു തലാഖ് പോലെ തന്നെ ഫസഹ് എന്ന് പറയുന്ന ഒരു മതനിയമമുണ്ട്. അത് ഈ സബ്ജക്റ്റിലൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുസ്ലിംസിനെ ആരെയും മോശമായിട്ട് പറയുകയല്ല. ആർക്കും അറിയാത്തൊരു പുതിയ കാര്യം പറയുന്നു എന്ന് മാത്രം. ഇതിൽ രാഷ്ട്രീയം വന്നത് ആ ഗ്രാമത്തിൽ ആ ഒരു സ്റ്റോറി നടക്കുമ്പോൾ ഇതിലൊരു മർഡർ നടക്കുന്നുണ്ട്, കൊറോണയുടെ പ്രസൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു. നമ്മളെല്ലാവരും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ താമസിക്കുന്നവരാണ്. എല്ലാവരും വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടാവും. മതപരമായി ഇപ്പം ഹിന്ദുക്കളെല്ലാവരും തീവ്രമായി ഹിന്ദു മതത്തെ കുറിച്ച് ചിന്തിക്കുന്നവരില്ല. മുസ്ലിംസ് എല്ലാവരും തീവ്രമായി മുസ്ലിം മതത്തെ കുറിച്ച് എല്ലാവരും അവരവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്നു. ചിലരതിനെ തീവ്രമായിട്ട് കൊണ്ടുനടക്കുന്നു. നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ മനഃപൂർവ്വമായിട്ട് ഈ സിനിമയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കുറെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വിവാദമാക്കി ഹിറ്റാക്കാം, അങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെ പ്രൊഡ്യൂസറായ ഹബീബിക്കൻ ചിന്തിച്ചിട്ടില്ല, ഡയറക്ടറായ മുജീബിക്കൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളിതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ മതം മോശമാണ്, ഈ മതം നല്ലതാണ്, ഈ രാഷ്ട്രീയം മോശമാണ്, ഈ രാഷ്ട്രീയം നല്ലതാണ്, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊരു ആക്ഷേപഹാസ്യ ചിത്രം തന്നെയാണ്. എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുമുണ്ട്, നല്ലതും പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അത് പറയാൻ പറ്റുന്ന മൈക്ക് വാങ്ങിയത്. സോറി.